നമ്മൾ വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള രൂപക്കൂടുകൾ നോക്കി വന്നതാണ്. അപ്പോൾ നമ്മളൊരു ഷോപ്പിൽ വന്ന് എത്തിപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെയും പല വീഡിയോകൾ പല സ്ഥലങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ പാർട്ടിക്കൽ ബോർഡിൽ മാത്രമല്ല, ഇവിടെ പലതരം മൾട്ടി വുഡുകൾ, പലതരം മരത്തിൽ, അങ്ങനെ പല പല മെറ്റീരിയലുകളിൽ ഇവിടെ രൂപക്കൂടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഷോറൂമിലെ കാഴ്ചകളും ഷോറൂമിലെ രൂപക്കൂടുകളും അതിൻ്റെ കുറച്ച് രൂപക്കൂടുകളുടെ വിലയും കാര്യങ്ങളും. കാര്യം വില കാണിക്കാണ്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളിൽ പലരും നമുക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്, കത്തി വിലയാണ്, വില കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് പല കമൻറ്റുകൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ രൂപക്കൂടുകളുടെ വില ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കാര്യം എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് ഇവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ വർക്ക്ഷോപ്പിൽ ഇവർ തന്നെ എല്ലാ വർക്കുകളും നേരിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ജെനുവിനിറ്റി കാണിക്കാൻ വേണ്ടി നമ്മൾ അവരുടെ വർക്ക്ഷോപ്പിലും പോയിട്ട് അവിടെയും നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇവിടുത്തെ രൂപക്കൂടുകളും കാണാം, പിന്നെ വർക്ക്ഷോപ്പിലെ കാഴ്ചകളും കാണാം. ഈ കാണുന്ന രൂപക്കൂട് 5250 രൂപ വരുന്ന രൂപക്കൂടാണ്. 3 അടി 2.5 അടിയാണ് അതിൻ്റെ സൈസ് വരുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് ആ ഫോട്ടോ വെച്ചിരിക്കുന്നത് രൂപക്കൂടിൻ്റെ ഒപ്പം ഉള്ളതല്ല കേട്ടോ, അത് രൂപക്കൂടിൻ്റെ ഭംഗിക്ക് വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ഈ കാണുന്ന രൂപക്കൂടിൽ ഈ ഫോട്ടോ ഉൾപ്പെടെയാണ് കൊടുക്കുന്നത്. 9500 രൂപയാണ് ഇതിന് വരുന്നത്. 5 അടി 3 അടി സൈസാണ്. ഫോട്ടോയുടെ പുറകിലും ലൈറ്റ് വരുന്നുണ്ട്, അതുപോലെ എഡ്ജിലും സ്ട്രിപ്പ് വരുന്നുണ്ട്. അതിൻ്റെ വിലയും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ രൂപക്കൂടുകളെല്ലാം വില ഓരോ രൂപക്കൂടിലും എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്നാൽ ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല, നേരിട്ട് കണ്ടറിയാം. 8750 രൂപയുടെ പാനൽ ടൈപ്പ് രൂപക്കൂടാണ് ഈ കാണുന്നത്. 4 അടി 3.5 അടിയാണ് അതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. ഈ രൂപക്കൂടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ചേട്ടൻ നമുക്ക് പിന്നീട് പറഞ്ഞു തരുന്നുണ്ട്. ഞാനിപ്പോൾ പെട്ടെന്ന് വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അതുപോലെ തന്നെ ഈ രൂപക്കൂടിൽ കാണുന്ന ഈ രൂപം ഈ രൂപക്കൂടിൻ്റെ വിലയിൽ പെട്ടതല്ല. അത് 2 അടി സ്റ്റാച്ചു 2225 രൂപയാണ്. അങ്ങനെ പല സൈസിലുള്ള സ്റ്റാച്ചു ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഈ ഷോറൂമിൽ പ്രത്യേകമായിട്ട് നമ്മൾ രൂപക്കൂടുകൾക്കാണ് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. അതല്ല ഇനിയിപ്പോൾ ഒരു 4-3 അല്ലെങ്കിൽ 2-1.5 റെഡിമെയ്ഡായിട്ട് കൊണ്ടുപോയി പ്ലഗിൽ കുത്തി കഴിഞ്ഞാൽ സ്ട്രിപ്പും ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് കത്തിക്കാവുന്ന എല്ലാ സെറ്റിങ്സിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഒരു 100ഓളം ഡിസൈൻ ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഒരു 25 ടൈപ്പ് ഇപ്പോൾ അത്യാവശ്യം നമ്മളിവിടെ വ്യത്യസ്ത മോഡലിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങളുടെ മോഡലിൽ നമുക്ക് വേണമെങ്കിൽ ഡ്രോയിങ് തരാം, അല്ലെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ വീട്ടിൽ വന്ന് അളവെടുത്ത് നമ്മൾ ഈ രീതിയിൽ സെറ്റ് ചെയ്ത് തരും. വില ഒരു 2000 തുടങ്ങി നമുക്ക് വേണമെങ്കിൽ തേക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ 60,000-50,000 വരെ ചെയ്യാം. ഏറ്റവും അറ്റ്മോസ്ഫിയർ ഒരു 7-4 വരെ ചെയ്യുന്നതിന് മാക്സിമം ഒരു 18-19 രൂപ വരെ ഉള്ളൂ. സ്റ്റാച്ചു ഇല്ലാതെ ഓൾറെഡി രൂപക്കൂട് സ്ട്രിപ്പും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ കാണുന്ന രൂപക്കൂട് 7750 രൂപയുടെ രൂപക്കൂടാണ്. 4 അടി 3 അടിയാണ് സൈസ് വരുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആർട്ട് വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പുറകിൽ കാണുന്ന 2 രൂപക്കൂടുകളുണ്ടോ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ചേട്ടൻ ഇപ്പോൾ നമുക്ക് വിശദീകരിച്ച് തരും. അതായത് നമ്മൾ പാർട്ടിക്കിൾ ബോർഡിൽ ചെയ്തിരിക്കുന്ന ഒരു രൂപക്കൂടാണത്. നമ്മുടെ കമ്പനിയിൽ അതിൻ്റെ എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്കിതിൽ കാണാം. അതായത് WPC, പാർട്ടിക്കിൾ ബോർഡ്, അതുപോലെ തേക്ക്, മഹാഗണി, മൾട്ടിവുഡ്, ഏത് നിങ്ങൾ പറഞ്ഞാലും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരും. ഇതിപ്പോൾ നമ്മൾ ഏറ്റവും റീസണബിൾ റേറ്റ് ആയിട്ടാണ് നമ്മൾ ഇതിലിട്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ നമുക്ക് ബൈബിള് സ്റ്റാൻഡ് വേണമെങ്കിൽ അതല്ല 2 ഡ്രോ ഉണ്ട് അത്യാവശ്യം. പിന്നെ ഇതിൻ്റെ അകത്ത് പെബിൾസ് ഇടാം, മറ്റേത് കളറിലുള്ള പെബിൾസ് വേണമെങ്കിലും അകത്ത് ഇടാം. അതുപോലെ രൂപങ്ങളെല്ലാം ഫൈബറാണ്. രൂപങ്ങളെല്ലാം ഇതിൻ്റെ സെപ്പറേറ്റ് പ്രൈസ് വരും. രൂപക്കൂടിൻ്റെ പ്രൈസ് മാത്രമേ നമ്മളിപ്പോൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പാണത് PVC ബാക്ക്ഗ്രൗണ്ട്, അതേപോലെ പാനൽ ബോർഡ്. ഇത് അതിനേക്കാൾ ഹൈറ്റ് ഉള്ളത് 7.3 7.3. ഇതുപോലെ തന്നെ നമ്മൾ തേക്കിൽ ചെയ്തിരിക്കുന്ന ഒറിജിനൽ തേക്കിൽ ചെയ്തിരിക്കുന്ന ബൈബിൾ സ്റ്റാൻഡാണ്. അപ്പോൾ ചിലർക്ക് ആൻറ്റിക്കായിട്ട് അങ്ങനെ ട്രഡീഷണലായിട്ട് നല്ല ടൈപ്പ് വേണമെന്ന് പറഞ്ഞാൽ അതേപോലെ നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ഇത് ഇത്തിരി കോസ്റ്റാണ്. ഇതിൻ്റെ ശരിക്കും 1400 ഞങ്ങളത് റീസണബിൾ പ്രൈസായിട്ട് 1000 കൊടുക്കുന്നത്. ഇതിനാകുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് ഈ ഡോറുകൾ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം സാധനങ്ങൾ വയ്ക്കാം. ഈ 2 സൈഡിലുണ്ട്. ശരി, അങ്ങനെ അതെ, അങ്ങനെയുള്ളവർക്ക് പാർട്ടിക്കിൾ ബോർഡിൽ ചെയ്തിരിക്കുന്ന വെറും 250 രൂപ മാത്രമേ വരുന്നുള്ളൂ ഈ ഇതിന്. അതെ, 2 ബൈബിൾ സ്റ്റാൻഡ് തന്നെയാണ്, പക്ഷേ അത് തേക്കിൽ, ഇത് പാർട്ടിക്കിൾ ബോർഡ്. ഇതിന് വെറും 250 രൂപ വരുന്നുള്ളൂ. ഇനിയിപ്പോൾ അതല്ല അവർക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും ഇപ്പോൾ മഹാഗണിയോ അല്ലെങ്കിൽ തേക്കിൻ്റെ തന്നെ വേറെ ഡിസൈനിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മളുടെ ഇവിടെ ഇപ്പോൾ രൂപക്കൂടലിൻ്റെ ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ബാക്കി നമ്മളുടെ വർക്കുകളൊക്കെ ഇവിടെ കാണാം. കണ്ടമാനം ചർച്ചുകളിൽ, അതുപോലെ നമ്മൾ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്ത് വീടുകളിലൊക്കെ വർക്കുകൾ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ യൂട്യൂബിൽ കാണാൻ പറ്റും. പിന്നെ ഇതിപ്പോൾ ഇത് CNC കൂടാണ്. ഈ CNC കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്ന കാരണമാണ് ഇതിനിപ്പോൾ ഒരു 8750 എന്നുള്ളത് നമ്മൾ റീസണബിൾ റേറ്റ് ആയിട്ട് കൊടുക്കും എടുക്കുന്ന സമയത്ത്. ടെക്സ്ചർ വർക്കും കൂടാതെ ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ അതെ, മാലാഖയും അതുപോലെ ഡിസൈൻ വർക്കും.
ഈ പാർട്ടിക്കൽ ബോർഡും ബാക്കി മറ്റേത് മരങ്ങളുടെ എന്താണ് അതിന്റെ വ്യത്യാസം? പാർട്ടിക്കൽ ബോർഡ് എന്ന് പറഞ്ഞാൽ അത് മരം അരച്ച് അതുപോലെ പ്രസ് ചെയ്തിട്ട് അത് ആസിഡ് വാഷ് ചെയ്ത് വരുന്നതാണ്. അപ്പം നനയാതെ ഈ ഇത് എത്ര ആളുകളിൽ ഉപയോഗിക്കാൻ പറ്റും. അതാണ് എത്ര റേറ്റിന് നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് പാർട്ടിക്കൽ ബോർഡിന്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ വുഡുകളാണ് WPCയും അതുപോലെ മൾട്ടിവുഡൊക്കെ. പക്ഷേ ഇതിനാണ് ഏറ്റവും വിലക്കുറവ്. അതാണ് നമ്മൾ ഇങ്ങനെ ഈ റേറ്റിന് ഇത് കൊടുക്കാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഇതിൻ്റെ തേക്കിൽ ചെയ്യുമ്പോൾ നമുക്ക് 60,000-70,000 വരും. ഇതാകുമ്പോൾ നമുക്കൊരു 20 രൂപ മുടക്കിയാൽ സൂപ്പറായിട്ട് ഈ സാധനം കൊണ്ടുപോയിക്കാം. ഒരു കാലത്തേക്ക് കേടുവരില്ല. വെള്ളത്തിൻ്റെ വെച്ചിട്ട് നനവ് ഇതിൽ തട്ടിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിലം വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ തട്ടിക്കഴിഞ്ഞാൽ തുടച്ച് കളഞ്ഞാൽ മതി. ഇതിൽ പറ്റി പിടിച്ചിരിക്കാതിരുന്നാൽ മതി. നമ്മളിത് ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അക്രിലിക് ബോർഡിലാണ് ഇത് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഗ്ലാസ് അല്ല. ഇതൊരിക്കലും പൊട്ടില്ല. അതുപോലെ അതിൻ്റെ ആ എലിമിനേറ്റർ സാധനങ്ങളൊക്കെ നമുക്ക് AC DC ആക്കി വർക്ക് ചെയ്തിട്ടാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. ഫോട്ടോ ഉൾപ്പെടെയുള്ള റേറ്റാണ് ഇപ്പോൾ നമ്മൾ ഇതിലിവിടെ കൊടുത്തിരിക്കുന്നത്. 9,500. അതിൻ്റെ സൈസും നല്ല സൈസാണ്. 5'3", 5 അടി ഹൈറ്റും 3 അടി വീതി. അത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് ഇങ്ങനത്തെ ഈ അക്രലിക്കിൻ്റെ പ്രിൻ്റ് ഫോട്ടോ ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ ഇൻക്ലൂഡ് ആണ്. വേറെ ഫോട്ടോ ഞങ്ങൾ വെച്ച് കൊടുക്കും. ഒരു 10-50 ടൈപ്പ് ഫോട്ടോസ് വേറെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക്. ഈ കാണുന്ന രൂപക്കൂട് 10,500 രൂപയുടെ മഹാഗണിയുടെ രൂപക്കൂടാണ് കേട്ടോ. അതായത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള രൂപക്കൂടാണ്. പണ്ടത്തെ ഒരു ട്രഡീഷണൽ രൂപക്കൂടാന്ന് പറയാം. പണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും ഇത്തരത്തിലുള്ള രൂപക്കൂടുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും പഴയ വീടുകളിൽ, തറവാട് വീടുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം ഇത്തരത്തിലുള്ള രൂപക്കൂടുകൾ. അത് നല്ല ഫിനിഷിങ്ങോടുകൂടി തന്നെ ഇവിടുത്തെ എല്ലാ രൂപക്കൂടുകളും ചെയ്തിട്ടുണ്ട്. 10,500 അതിൻ്റെ വില വരുന്നത്. അതുപോലെ തന്നെ പലതരത്തിലുണ്ട്. അതൊക്കെ ഞാൻ പുറകെ കാണിച്ചു തരാം. ഈ കാണുന്നൊരു രൂപക്കൂട് കേട്ടോ, അതിന് 7,250 രൂപയാണ്. 4 അടി 2.5 അടിയാണ് അതിൻ്റെ സൈസ് വരുന്നത്. പുറകിൽ സ്ട്രക്ചറൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ ആർട്ട് വർക്കും ചെയ്തിട്ടുണ്ട്. LED സ്ട്രിപ്പും, മുകളിൽ 2-3 ലൈറ്റുകൾ, താഴെ 2 ഷെൽഫ്, അങ്ങനെ എല്ലാം കൊണ്ടും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള അഫോർഡബിൾ പ്രൈസിലുള്ള ഒരു രൂപക്കൂട് തന്നെയാണ്. ഇനി ഇതിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ വേറൊരു വൈബാണ് കേട്ടോ. കണ്ടോ, ലൈറ്റ് ഇല്ലാത്ത സമയത്ത് അതിന് വേറൊരു ഫീലിംഗാണ്. ലൈറ്റ് ഇടുമ്പോൾ വേറെ ഇത് വരും. അതെല്ലാ ആർട്ട് വർക്കുകൾക്ക് അങ്ങനെയാണ്. ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ള രൂപങ്ങൾ വളരെ കുറവാണ്. ഇത്തരത്തിലുള്ള രൂപക്കൂടുകൾ പകൽ ലൈറ്റ് ഇല്ലാതെ കാണുമ്പോഴും രാത്രി ലൈറ്റ് ഇട്ട് കാണുമ്പോഴും രണ്ട് തരത്തിലുള്ള അട്രാക്ഷൻ ആയിരിക്കും കേട്ടോ. ഇത് 20,500 രൂപയുടെ ഒരു രൂപക്കൂടാണ്. ഇതിന് ചെറിയൊരു ഓഫറും ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞുതരും. ഇത് മൾട്ടിവുഡാണ്. ഇത് ഇത്തിരി കോസ്റ്റ്ലിയാണ്. 20,500 പക്ഷേ നമ്മളതിപ്പോൾ ഒരു ഡിസ്കൗണ്ട് പ്രൈസ് ആയിട്ട് വേണമെങ്കിൽ ഒരു 15-നൊക്കെ കൊടുക്കാൻ പറ്റും. 15. ഇപ്പോൾ ഈ പറഞ്ഞ ആ ഓഫർ വിലയ്ക്ക് എന്തുകൊണ്ടും ആപ്റ്റായിട്ടുള്ളൊരു രൂപക്കൂട് തന്നെയാണ്. അപ്പം ബഡ്ജറ്റ് റേറ്റിലൊക്കെ ഇവിടെ സാധനം കിട്ടും. 6,500 രൂപയുടെ MDFൻ്റെ ഒരു രൂപക്കൂടാണ് ഈ കാണുന്നത്. മുകളിൽ ലൈറ്റും സംഭവങ്ങളൊക്കെ കൊടുക്കാനുള്ള സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെ ബുക്കുകളും പ്രാർത്ഥന ബുക്കും ബൈബിളൊക്കെ വെക്കാനുള്ള സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട്. 8,750 രൂപയുടെ 3 അടി സൈസ് വരുന്ന രൂപക്കൂടാണ്. CNC കട്ടിങ് വർക്ക് സൈഡിലും 4 സൈഡിലും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. LED സ്ട്രിപ്പ് പുറത്ത് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ആർട്ട് വർക്ക് ചെയ്തേക്കണമെന്ന് നിങ്ങൾക്ക് കാണാം കേട്ടോ. ഭയങ്കര ഓവറായിട്ടല്ല, ലൈറ്റായിട്ടുള്ള ആർട്ട് വർക്ക് താഴെ കേട്ടോ. ഒരു ബ്ലൂ ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ആകാശത്തിൻ്റെ ഒരു ആർട്ട് വർക്കൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. റേറ്റ് കുറച്ച് കുറഞ്ഞ രൂപക്കൂടുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതാണ് സജസ്റ്റ് ചെയ്യാൻ പറ്റും? കുറഞ്ഞ കൂടുന്ന ഒരു മീഡിയം വീടുകളിലൊക്കെ വയ്ക്കാൻ പറ്റിയത് ഇപ്പോൾ ഇതിൽ നമുക്കൊരു 18-20 ഇഞ്ച് വരെ സ്റ്റാച്ചു വയ്ക്കാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത്തിലുള്ളൂ, നമ്മൾ MDFലാണ് ഇത് ചെയ്തിരിക്കുന്നത്. 3.2. ഇതിൻ്റെ റേറ്റ് 5,500. അത് LED സ്ട്രിപ്പ്, അതുപോലെ മുകളിൽ ലൈറ്റ് ഉണ്ട്. പിന്നെ ഏറ്റവും കുറഞ്ഞ കൂടുന്ന പറയുന്നത് 2,250. അതായത് സിംഗിൾ ലൈറ്റ് മാത്രമല്ല, അത് നമുക്ക് പുറത്ത് വേണേൽ കാണാം. അതിൻ്റെ LED സ്ട്രിപ്പും 3 ലൈറ്റും കൂടി വരുമ്പോൾ 2,750. ഇതാണ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ 2,750 രൂപയുടെ രൂപക്കൂട് എന്ന് പറഞ്ഞത്. LED സ്ട്രിപ്പ്, മോഡൽ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ 2 മോഡലുകൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനപ്പോൾ അതിനോടൊപ്പം ഒന്ന് കാണിച്ചു തന്നതാണ്. ഇനി ഇവിടുത്തെ കുറച്ച് സ്റ്റാച്യൂസിൻ്റെ വില ഞാൻ കാണിച്ചു തരാം. എല്ലാ സ്റ്റാച്യൂസും കാണിക്കുന്നില്ല, കുറച്ച് മോഡലുകൾ. 1,775 രൂപയുടെ 14 ഇഞ്ചിൻ്റെ സ്റ്റാച്ചു ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഒരടിയുടെ 460 രൂപ വില വരുന്ന സ്റ്റാച്ചു ഉണ്ട്. പല മോഡലുകളുണ്ട്. ഞാൻ ജസ്റ്റ് 1-2 എക്സാമ്പിളായിട്ട് കാണിക്കുന്നതാണ്. 465 രൂപയുടെ 8 ഇഞ്ചിൻ്റെ സ്റ്റാച്ചു, അങ്ങനെ പലതും നമ്മൾ പറയുന്ന സംഭവങ്ങളിവിടെ അവർ സെറ്റാക്കി തരുന്നതാണ് കേട്ടോ. ഈ കൂടുതൽ പോലെ നമ്മൾ ഫാൻസി ആയിട്ട് ചില വീടുകളിലേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇത് ഫുള്ള് തേക്കിൽ ചെയ്യുന്നതാണ്. ഇതാകുമ്പോൾ ഇത്തിരി കോസ്റ്റ് വരും. എന്ന് കരുതി നമുക്ക് പുറത്ത് പണിയുന്നതിനേക്കാളും റേറ്റ് കുറവാണ്. ഒരു 40-42 രൂപയൊക്കെ വരുള്ളൂ. ഫുൾ തേക്കിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതന്നെ കസ്റ്റമൈസ് ചെയ്ത് വീടുകളുടെ അതേ അളവിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതും അതിൽ പെട്ടേക്കണ ഒരു കൂടാണത്. ഇത് നമ്മൾ ലാസ്റ്റ് സപ്പർ 4.2 നമ്മുടെ CNC കട്ടിങ് മെഷീനിൽ ചെയ്തിരിക്കുന്നതാണ്. ഇത് പുറത്തൊക്കെ ചുരുങ്ങിയത് ഒരു 28,500-30 രൂപയിൽ താഴെ വരുന്നതാണ്. നമ്മളത് 18,500 അത് പ്രൈസ് നമ്മുടെ MRP ആയിട്ട് കൊടുക്കുന്നത്.
അതായത് ഇത്ര ഫിനിഷിങ്ങിൽ നമ്മളൊരാളെ കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു 30,000 രൂപയിൽ ചുരുങ്ങിയത് വരും. CNC മെഷീനിൽ വർക്ക് ചെയ്ത കാരണം നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. 4.2 മെറ്റീരിയൽ നമ്മൾ തേക്കിൻ്റെ. അതെ. അതേപോലെ തന്നെ ഈ ക്രോസ് അത് 24,500 നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒരു 4 അടി 6 അടിയൊക്കെ ചെയ്യുമ്പോൾ ചുരുങ്ങിയത് ഒരു 60,000, 6 അടിയൊക്കെ ആണെങ്കിൽ ഒരു 90,000 ഫിഗർ മാത്രം വരും. ഈ ക്രോസിന് വേറെ വരും, അതിൻ്റെ വുഡിന് വേറെ വരും. ഇതിപ്പോൾ നമുക്കൊരു 24,500 ആ ക്രോസും ഫിഗർ അടക്കം കൊടുക്കാൻ പറ്റും. 2 അടി ഫിഗറിന് 4 അടി ക്രോസ് വരും. അതെ തന്നെ, 4 അടി ക്രോസ് എന്നാ പറയാ, പക്ഷെ ഫിഗർ അതിൻ്റെ പകുതിയായിരിക്കും. ക്രോസിൻ്റെ കണക്ക് അങ്ങനെ വരാം. ഇപ്പോൾ 6 അടി ആണെങ്കിൽ 12 അടി കുരിശ് വരും. പള്ളികളിലേക്കൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയാണ്. 6 അടി ഫിഗർ, 12 അടി കുരിശ്, അങ്ങനെയാണ് അതിൻ്റെ പ്രൊപ്പോർഷൻ വരാം. പിന്നെ ഇപ്പോൾ വീടുകളിലേക്കൊക്കെ നമ്മൾ ഈ ലെങ്ത് ആവശ്യത്തിന് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം പ്രൊഫഷണലായിട്ട്. അങ്ങനെ പലതരം മരത്തിൽ ചെയ്തിട്ടുള്ള പല സൈസിലുള്ള കുരിശുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ 1-2 മോഡലുകളുടെ വിലയും കൂടി നമുക്ക് ചേട്ടൻ പറഞ്ഞു തരുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ കുമിഴിൻ്റെ ഈ ഫിഗർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഇവിടെ തേക്കിൻ്റെ ഈ ക്രോസിൽ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഇത് കുമിഴാണ്, ഇത് തേക്കാണ്, ഒറിജിനൽ തേക്കാണ്. ഇത് തേക്കല്ല, ഇത് സാധാരണ തടിയിൽ ചെയ്തിരിക്കുന്ന. ഇതൊക്കെ ആകുമ്പോൾ ഒരു 3,700 വരും. ഇതാകുമ്പോൾ ഒരു 6,500. ഫുൾ തേക്കാണത്. പിന്നെ അതിലും കുറച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും കുറഞ്ഞ തടികളിൽ. അപ്പോൾ അങ്ങനെ ഏത് ടൈപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് അക്രലിക് ഫോട്ടോസ് വ്യത്യസ്ത ടൈപ്പുകളുണ്ട്. ഇതെല്ലാം ഗ്ലാസ് അല്ല, അക്രലിക്കാണ്. ഇതിൻ്റെ ഈ ഇത് മാറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ക്ലിയറും ക്ലാരിറ്റിയും കിട്ടും. അപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് ഇതാണ്. ഇതാകുമ്പോൾ നമ്മൾ വെക്കുന്ന സ്ഥലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഹാലോ വരും. ഇപ്പോൾ നമ്മൾ 1-2 കൂടുകളിൽ കാണിച്ച പോലെ ആ ഹാലോ വരും. അതിന് വെട്ടം വരും. പിന്നെ വ്യത്യസ്ത ടൈപ്പുകളുള്ള ഈ ചെറിയ ചെറിയ ക്യാൻഡിൽ സ്റ്റാൻഡ് 25 രൂപ 50 രൂപയൊക്കെ ഉള്ള ക്യാൻഡിൽ സ്റ്റാൻഡാണ്. കാരണം ഇതുപോലത്തെ കൂടുകളിൽ വയ്ക്കാൻ ഏറ്റവും അനുയോജ്യമാണ്. ബാറ്ററിയാണ്, നമുക്കത് കത്ത് പിടിക്കുക അങ്ങനെ വേറെ പേടിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ തന്നെ വ്യത്യസ്ത ടൈപ്പുകളുണ്ട്. ആവശ്യം കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇതെല്ലാം അങ്ങനത്തെ ടൈപ്പുകളാണ്. അങ്ങനെ പല സൈസിലുള്ള മാലാകമാരി, അതും ഉള്ളിൽ ലൈറ്റ് ഉള്ളത്, ലൈറ്റ് ഇല്ലാത്തത്, ഫ്ലവർ വേസ്, മെഴുകുതിരി സ്റ്റാൻഡ്, അതുപോലെ ഫ്ലവർ, മെഴുകുതിരി സ്റ്റാൻഡും ഫ്ലവർ വേസൊക്കെ തന്നെ ഇവർ മരത്തിലുണ്ടാക്കുന്ന പല മോഡലുകളുണ്ട് കേട്ടോ. അതൊക്കെ ഇവരുടെ വർക്ക്ഷോപ്പിൽ ചെയ്തെടുക്കുന്നുണ്ട്. അതും പല ഡിസൈനിലുള്ളതുണ്ട്. ഒരു രൂപക്കൂട് കണ്ടോ, നല്ല ആർട്ട് വർക്കൊക്കെ ചെയ്ത് മനോഹരമാക്കിയ രൂപക്കൂടുകളുണ്ട്. പിന്നെ സ്റ്റാച്യൂസ് പല സൈസിലുള്ളത്, കൊന്തകൾ പല മോഡലിലുള്ളതുണ്ട്. കൊന്തകളൊക്കെ ഒരുപാട് മോഡലുകളെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല സെയിലൊക്കെ ഉള്ള നല്ല ട്രെൻഡിങ് മോഡലുള്ള കൊന്തകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഷോറൂമിൻ്റെ കാഴ്ചകൾ. ഷോറൂമിൽ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നാണ് നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ടത്. ഇനി നമുക്കിവിടെ വർക്ക്ഷോപ്പിലേക്ക് ഒന്ന് പോകാം. വർക്ക്ഷോപ്പിൽ എന്തൊക്കെ വർക്കുകളാണ് നടക്കുന്നതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ ഈ രൂപക്കൂടുകളെല്ലാം ഇവരുടെ വർക്ക്ഷോപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നുള്ള ഒരു ജെനുവിനിറ്റി നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ കൂടി വേണ്ടിയാണ് നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ വർക്ക്ഷോപ്പിലെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് തിരിച്ച് ഷോറൂമിലേക്ക് തന്നെ വരാം. അപ്പോൾ ഈ കാണുന്നതാണ് ഇവരുടെ വർക്ക്ഷോപ്പ്. ഇപ്പോൾ ഇതിൽ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം, വലിയ മരങ്ങൾ ഇവർ തന്നെ എടുത്ത് കട്ട് ചെയ്ത് പ്ലെയിൻ ചെയ്ത് എടുത്തിട്ടാണ് ഓരോ ഫർണിച്ചറുകളും ഇവരുണ്ടാക്കുന്നത്. രൂപക്കൂടുകളായിക്കോട്ടെ, ഫർണിച്ചറുകൾ തന്നെ പല തരത്തിലുള്ളത് ഞാനിവിടെ കണ്ടു. നമ്മൾ സാധാരണ തായ്ലാൻഡ്, മലേഷ്യ എന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന പലതരം ചെയറുകളൊക്കെ പല ഷോറൂമുകളിലും പല ഫർണിച്ചർ കടയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടർ അടിച്ചു പോയി എന്ന് പറയാം. അത്രക്ക് എല്ലാത്തരം വർക്കുകളും ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇവരുടെ മെഷീനറീസാണ്. ആധുനിക രീതിയിലുള്ള മൾട്ടിപർപ്പസ് ഓട്ടോമാറ്റിക് മെഷീനറികളാണ് ഇവിടെ വർക്കിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് പലതും കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഷീറ്റ് കട്ട് ചെയ്യുന്ന മെഷീനുണ്ട്, അതുപോലെ തന്നെ എഡ്ജ് ബാൻഡ് ഫിക്സിംഗ് മെഷീൻ, പ്രസ്സിംഗ് മെഷീൻ, CNC കട്ടിംഗ് മെഷീൻ, അങ്ങനെ തുടങ്ങി ട്രെൻഡിങ് ആയിട്ടുള്ള പലതരം മെഷീൻസും ഇവിടെ ഉണ്ട്. അതുപയോഗിച്ച് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ വർക്കിൻ്റെയൊക്കെ ഫിനിഷിങ് എടുത്തു പറയേണ്ടതാണ്. നമ്മൾ ഒരു കൈ കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം മെഷീൻ ഉപയോഗിച്ച് പെർഫെക്റ്റായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ ആ വർക്കിനും ഉണ്ടാവും. ആ വർക്കും നല്ല ലോങ് ലാസ്റ്റിംഗ് വർക്കായിരിക്കും. ഈ കാണുന്ന മെഷീനാണ് ഞാൻ പറഞ്ഞ എഡ്ജ് ബാൻഡ് ഫിക്സിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കട്ട് ചെയ്ത ഷീറ്റിൻ്റെയൊക്കെ എഡ്ജുകൾ നമ്മൾ സാധാരണ പല വർക്ക്ഷോപ്പുകൾ കണ്ടിരിക്കുന്നത് പശ വെച്ച് നമ്മൾ തന്നെ കൈകൊണ്ട് ഒട്ടിക്കുന്ന തരത്തിലാണ് നമ്മൾ പല സ്ഥലത്തും കണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു മെഷീൻ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. എഡ്ജ് ബാൻഡ് ഒട്ടിച്ച് കൊടുക്കുന്ന തരം ഒരു മെഷീൻ. ഇപ്പോൾ വർക്ക് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആ പ്ലേറ്റ്, ആ ഒരു ഷീറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മൾട്ടിവുഡ് പോലത്തെ മെറ്റീരിയലിൻ്റെയൊക്കെ എഡ്ജ് ഇതുപോലെ എഡ്ജ് ബാൻഡ് ഫിക്സ് ചെയ്ത് കണ്ടെടുക്കാൻ വേണ്ട അത്രത്തോളം ഫിനിഷിങ്ങോട് കൂടി നമുക്കത് കിട്ടും. നമ്മൾ കൈകൊണ്ട് ഒട്ടിക്കുന്നതും ഇങ്ങനെ മെഷീനിൽ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാവും. ഇത് ഇവരുടെ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഉൾഭാഗത്ത് കൊത്തുപണികളും മറ്റേ ചെയറും ടേബിളും എല്ലാം ഫിനിഷിംഗ് ഒക്കെ ചെയ്യുന്നൊരു ഏരിയയാണ് ഈ കാണുന്നത്.
അത്തരത്തിൽ എല്ലാത്തരം വർക്കുകളും ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാം വർക്ക് ഫിനിഷ് ചെയ്തിട്ടാണ്. ഇവിടെ നിന്ന് തന്നെ ചില വർക്കുകൾ ഇവിടെ നിന്ന് നേരിട്ട് ഷോറൂമുകളിലേക്ക് വരും. അതല്ലാത്ത ഇവിടെ നിന്ന് തന്നെ ഇവിടെ വന്ന് വർക്ക് ഓർഡർ കൊടുത്തിട്ട് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് വീടുകളിലേക്കും ഓഫീസുകളിലേക്കൊക്കെ കയറിപ്പോകുന്ന കാഴ്ചകളും ഞാനിവിടെ കണ്ടു. അതായത് നിങ്ങൾക്ക് ഷോറൂമിൽ വന്ന് കണ്ട് അവിടുത്തെ മോഡലുകൾ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല നിങ്ങളുടെ കയ്യിലൊരു മോഡലുണ്ട്, ആ തരത്തിലുള്ള ഒരു ഡൈനിങ് ടേബിളാണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രൂപക്കൂടാണ് വേണ്ടത്, അത്തരത്തിലൊരു കട്ടിൽ, ഒരു ഫർണിച്ചറാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മോഡലുകൾ കാണിച്ചിട്ട് അത്തരത്തിലുള്ള വർക്കുകളും നിങ്ങൾക്കിവിടെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലും ഇവർ വന്ന് ചെയ്തു തരും കേട്ടോ. ഈ കാണുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ CNC കട്ടിങ് മെഷീൻ. ഇത് ഉപയോഗിച്ച് ചെയ്യുന്ന വർക്കുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ് തള്ളിപ്പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം അത്തരത്തിലെ കൊത്തുപണികളും നമ്മൾ കൊത്തുപണികളൊക്കെ ആളുകൾ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനെ വെല്ലുന്ന രീതിയിൽ പക്കാ ഫിനിഷിങ്ങിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ മെഷീനിൽ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ കുറഞ്ഞ വിലയിൽ കൈകൊണ്ട് കൊത്തിയെടുക്കുന്ന വർക്കിനെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ വിലയിലും വളരെ നല്ല ഫിനിഷിങ്ങിലും നമുക്കിവിടെ വർക്ക് ചെയ്ത് കിട്ടും. അതും പലതരം മെറ്റീരിയലിൽ, പലതരം മരത്തിൽ ചെയ്യാം. മൾട്ടിവുഡ്, WPC, MDF, പാർട്ടിക്കിൾ ബോർഡ്, ACP തുടങ്ങി പലതരത്തിലുള്ള മെറ്റീരിയൽ ചെയ്യാം. മെറ്റൽ ഷീറ്റുകളിൽ ചെയ്യാൻ പറ്റില്ല, ബാക്കിയെല്ലാ ഏതേതരം ഷീറ്റുകളിലും അത് ചെയ്യാം. അപ്പോൾ ഇവിടെ ചെയ്തൊരു വർക്ക് കണ്ടോ. ഇത് കമ്പ്യൂട്ടറിൽ നമ്മൾ ആദ്യം ഡിസൈനും കാര്യങ്ങളും ഒരു 3D മോഡൽ സെറ്റ് ചെയ്തതിന് ശേഷം അത് CNC മെഷീനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. പിന്നീട് നിങ്ങൾക്ക് ഏത് മരത്തിലാണോ വേണ്ടത്, അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ, ഏത് ബോർഡിലാണോ വേണ്ടത്, ആ ബോർഡിൽ ആ ഡിസൈൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത് വർക്ക് ചെയ്ത് ഫിനിഷിങ്ങോട് കൂടി തന്നെ നമ്മുടെ കയ്യിലേക്ക് കിട്ടും കേട്ടോ. അതിപ്പോൾ ഒരു ഡിസൈൻ ആയിക്കോട്ടെ, ലോഗോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ലെറ്റേഴ്സ്, ഇപ്പോൾ നമ്മുടെ വീട്ടുപേരോ അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ കമ്പനിയുടെ പേരോ എന്തും ആയിക്കോട്ടെ, എന്ത് എഴുത്തായിക്കോട്ടെ, പടമായിക്കോട്ടെ, ചിത്രമായിക്കോട്ടെ, ഇതിപ്പോൾ ഇത് അതിൽ ചെയ്ത വർക്കുകളാണ്. അങ്ങനെ എന്തും നമുക്കിവിടെ ചെയ്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ലാഭത്തിൽ ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ചെയ്ത 1-2 വർക്കുകൾ ഞാൻ ഇതോടൊപ്പം ഒന്ന് കാണിക്കുകയാണ്. ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ ഇവിടെ ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി 1-2 എക്സാമ്പിളും കൂടി ഞാൻ കാണിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ആ ഷോറൂമിൽ കണ്ട തിരുവത്താഴത്തിൻ്റെ ലാസ്റ്റ് സപ്പറിൻ്റെ പിക്ചറാണ്. അതും ഇങ്ങനെ തന്നെയാണ് കൺവേർട്ട് ചെയ്ത് ആ മെഷീനിൽ ചെയ്തെടുത്തത്. വീണ്ടും ഓർഡറുകൾ വരുന്നതുകൊണ്ട് തന്നെ അത്തരം വർക്കുകൾ പലതരം മെറ്റീരിയലുകളിൽ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. പലതരം ബോർഡുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വർക്കുകൾക്ക് ഏതിലും നിങ്ങൾക്ക് ഇവരെ സമീപിക്കാം. ഇവരുടെ നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ലൊക്കേഷനും നമ്മുടെ വീഡിയോടൊപ്പം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ വർക്കിനെ കുറിച്ച് ഓർഡർ കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിനോ നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇവരുടെ ഷോറൂമും വർക്ക്ഷോപ്പൊക്കെ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്കടുത്തായിട്ടുള്ള ആളൂരിലാണ്. അപ്പോൾ ലൊക്കേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നതിനായിട്ട് ലൊക്കേഷൻ ഞാൻ കറക്റ്റായിട്ട് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ ഇവിടെ കോൺടാക്ട് നമ്പറും നമ്മുടെ വീഡിയോയിലും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 1-2 വർക്കുകൾ ഇവിടെ ചെയ്ത ലോഗോസും കുരിശുകളും മറ്റ് വർക്കുകളൊക്കെ ഞാൻ ഇതോടൊപ്പം ഒന്ന് കാണിച്ചു പോവുകയാണ്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ ഷോറൂമിലേക്ക് തന്നെ തിരിച്ചു പോകണം. കാര്യം അവിടുത്തെ 1-2 കാര്യങ്ങളും കൂടി നിങ്ങൾ കാണിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാത്രി ഇരുട്ടായി കഴിയുമ്പോൾ ഒരു വൈബ് കൂടി കാണിച്ചു തരാം. വുഡ് വർക്ക്സ് ഇൻറ്റീരിയേഴ്സ് എന്നാണ് ഇവരുടെ കമ്പനിയുടെ പേര് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു വൈകുന്നേര സമയത്തെടുത്ത വിഷ്വലാണ്. അപ്പോൾ ഇരുട്ടായി വരുന്നതേ ഉള്ളൂ. എന്നാലും 1-2 മോഡലൊക്കെ നമ്മളകത്ത് ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, രൂപക്കൂടുകൾ. അപ്പോൾ അതിൻ്റെ ഒരു അട്രാക്ഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇരുട്ടായി കഴിയുമ്പോൾ നമുക്ക് അതിന് അട്രാക്ഷൻ മനസ്സിലാവുള്ളൂ. കാര്യം ഒരു സന്ധ്യ സമയത്ത് ഈ കടയുടെ ഫ്രണ്ടിൽ കൂടി പോയിട്ടുള്ളവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു നോട്ടം ഈ കടയിലേക്ക് വരും. അത്തരത്തിലുള്ള ഒരു അട്രാക്ഷനാണ് ഈ രൂപക്കൂടുകൾ ലൈറ്റ് ഇട്ട് നിൽക്കുമ്പോൾ ആ ഒരു സന്ധ്യ സമയത്ത് കാണുമ്പോഴുള്ളൊരു ആംബിയൻസ്. ഇതൊക്കെ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്ന രൂപക്കൂടുകളാണ് കേട്ടോ. അപ്പോൾ ഷോറൂമിൽ ഞാൻ പറഞ്ഞു നേരത്തെ കൊന്തകൾ, രൂപക്കൂടുകൾ, അതുകൂടാതെ ഇവരുടെ തന്നെ ഫർണിച്ചറുകൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഫർണിച്ചറുകൾ മൊത്തം മുഴുവനായിട്ട് തന്നെ മറ്റൊരു ഷോറൂം ഇവർക്ക് വേറെ ഇതിനടുത്ത് തന്നെയുണ്ട്. ഇത് രൂപക്കൂടുകൾക്ക് വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് ഇപ്പോൾ രൂപക്കൂടുകളുടെ പലതരം മോഡലുകൾ മാത്രമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പുറത്തുള്ള കുറച്ച് മോഡലിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ രൂപക്കൂടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ എച്ച് ചെയ്തിട്ടുണ്ട് ഗ്ലാസ്സിൽ ഹോളി സ്പിരിറ്റ്. ഇതൊരു 4-3.5 വരും. ഇത് നമുക്ക് ഹാഫായിട്ട് വാളിൽ വയ്ക്കാൻ പറ്റിയതാണ്. നല്ലൊരു പ്രയർ യൂണിറ്റാണത്. അത്യാവശ്യം ഇതിൽ ബൈബിൾ വയ്ക്കാനുള്ള ഒരു ഡോറും ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമുണ്ട്. പിന്നെ ടെക്സ്റ്റർ ഡിസൈൻ ചെയ്ത് വർക്ക് ചെയ്തേക്കുന്നതാണ്. പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് നമ്മുടെ കമ്പനിയിൽ നമ്മൾ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഒരു ഡിസൈനോ ഡ്രോയിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ അത് കാർവ് ചെയ്ത് തരാൻ പറ്റും. ഇത് തേക്കിലോ ഈട്ടിലോ ഏതിലും ചെയ്യാം. ഇതിൽ നമ്മൾ അലുമിനിയത്തിൻ്റെ ഒരു സ്ട്രിപ്പ് പോലത്തെ ഒരു സംഗതി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് മേജിൽ എത്തിക്കാം. ഇനിയിപ്പോൾ അത് തന്നെ നമ്മൾ ഉള്ളിലേക്ക് കടഞ്ഞ് ഗ്രൂ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഫ്ലവറൈസ് ആക്കാം. അപ്പോൾ ഇത് ഏത് മോഡലിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ മരത്തിൻ്റെ കാസ വേണമെങ്കിൽ ഇത് നമ്മൾ കാർവ് ചെയ്ത് ഉള്ളിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുടിക്കുന്നത് പോലെ ആക്കാം. ഇതിൽ വേണമെങ്കിൽ മെഴുതിലും വെക്കാം, ഫ്ലവർ വൈസായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമ്മുടെ കമ്പനിയിൽ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ആരും ഇങ്ങനെ റിസ്ക് എടുത്ത് ചെയ്യാറില്ല.
ഇതാകുമ്പോൾ നമ്മളിപ്പോൾ മാക്സിമം ഇത് കടഞ്ഞ് ഇതൊക്കെ വർക്ക് വരുമ്പോൾ ശരിക്കും ഒരാളുടെ ടച്ച് വരുന്നതാണ്. പക്ഷേ നമ്മളിതൊരു 225 രൂപയ്ക്ക് ഇത് കൊടുക്കുക. കാരണം ഒരു കാലത്തും കേടുവരില്ല, നിലത്ത് വീണാലും പൊട്ടില്ല. അപ്പോൾ അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വീടുകളുടെ ഈ ഷോക്കേസൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ വീടുകളിൽ വന്ന് നമ്മൾ അളവെടുത്ത് ഷോക്കേസ് ഇപ്പം റിന്യൂ ചെയ്യണം. അപ്പോൾ നമ്മളതിൻ്റെ അളവെടുത്തിട്ട് പുതിയ മോഡലിൽ ഇറക്കി വയ്ക്കാവുന്ന രീതിയിലാണ് അങ്ങനെ ചെയ്യുക, ഒരു ഫ്രെയിമൊക്കെ ആയിട്ട്. അതല്ല ഇപ്പോൾ നമ്മൾ അപ്പുറത്ത് കണ്ട പോലെ ഈ ഫാൻസി ഷോക്കേസുകളുണ്ടല്ലോ, അതേപോലെ വേണമെങ്കിൽ അങ്ങനെ ആക്കാം. TV സ്റ്റാൻഡ് കൂടുതൽ രൂപക്കൂടുകൾ ഒരു 5-10 പീസിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഒരു 10-15% വരെ കുറച്ച് അവിടെ സ്ഥലത്ത് നമ്മൾ എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഒരു 15% വരെ കുറച്ച് കൊടുക്കും. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ചാലക്കുടിയിൽ നിന്ന് ഇരിഞ്ഞാലക്കുട വഴി വരുന്ന വഴിക്ക് ആളൂരിൽ നിന്നുള്ള സ്റ്റോപ്പാണത്. ഇരിഞ്ഞാലക്കുട എത്തുന്നതിന് മുമ്പ് കല്ലേറ്റങ്കരിക്ക് ഇപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പുറം ആളൂരിൽ എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ് നമ്മുടെ ഷോപ്പ് നിൽക്കുന്നത്. നമ്മുടെ തന്നെ വേറൊരു ഷോറൂം ഇതിൻ്റെ അപ്പുറത്ത് എടത്താടൻ ജംഗ്ഷൻ, അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഫുൾ ഫർണിച്ചറിൻ്റെ വർക്ക് മാത്രം, അതായത് ഫർണിച്ചറിൻ്റെ കംപ്ലീറ്റ് അക്സസറീസ് അവിടെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ രൂപക്കൂടിൻ്റെ സ്പെഷ്യലായിട്ട് നമ്മളൊരു ഷോറൂം ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷത്തിൽ മേലെയായി. അപ്പോൾ ഇപ്പോൾ അത് പ്രത്യേകമായിട്ട് ആളുകളുടെ താല്പര്യപ്രകാരം നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോഴേക്കും അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ട്. ഇപ്പോഴാണ് ആ രൂപക്കൂടുകളുടെയും ആ ലൈറ്റിൻ്റെയൊക്കെ ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയില്ല. നേരിട്ട് കാണുമ്പോൾ അതിനൊരു അട്രാക്ഷൻ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അത്തരത്തിലുള്ള ലൈറ്റ് വർക്കുകളും ഡിസൈൻ വർക്കുകളും ആർട്ട് വർക്കുകളൊക്കെയാണ് അതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും 3-4-5 രൂപക്കൂടുകൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മുടെ നോട്ടം പല രൂപക്കൂടുകളിലേക്ക് പോകാം. പക്ഷേ ഇത്തരത്തിൽ ഒരു ലൈറ്റുള്ളൊരു രൂപക്കൂട് നിങ്ങൾ മേടിച്ച് നിങ്ങളുടെ വീടിൻ്റെ ഹോളിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കയറുന്നവരുടെ ഒരു നോട്ടം ഉറപ്പായിട്ടും ആ രൂപക്കൂട്ടിലേക്ക് പോകും. അത്രയ്ക്ക് അട്രാക്ഷനും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്ത് പറയുന്നത് ഇവരുടെ അക്രലിക് ഫോട്ടോസാണ്. അതിൽ തന്നെ ഫോട്ടോസിൽ ലൈറ്റ് വരുന്ന ടൈപ്പ് അക്രലിക് ഫോട്ടോസ് ഉണ്ട്. അതുകൂടാതെ ഫോട്ടോസിൽ ലൈറ്റ് വരുന്നതും അതുപോലെ ഫോട്ടോ തൂക്കുന്ന ചുമരിലേക്ക് ഒരു ലൈറ്റ് ഓറ പോലെ, അതായത് ഒരു ഹോളോ പോലെ ഇങ്ങനെ വന്ന് നിൽക്കുന്നതും അങ്ങനത്തെ ടൈപ്പ് അക്രലിക് ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അട്രാക്ഷൻ ഒറ്റയ്ക്കൊരു ഭിത്തിയിൽ വെക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ CNCയിൽ ചെയ്തിരിക്കുന്ന കുറച്ച് വർക്കുകളും കൂടി കാണിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ ഇത്തരത്തിലുള്ള വർക്കുകൾ അന്വേഷിക്കുന്ന വീട് പണിയൊക്കെ നടത്തുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ഇത്തരത്തിൽ രൂപക്കൂടുകൾ അന്വേഷിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും ഇത്തരം മെഷീനറികൾ വെച്ച് ഇവരുടെ വർക്ക്ഷോപ്പിൽ തന്നെ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് പ്രൈസിൽ ഇത്തരം വർക്കുകൾ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതോടൊപ്പം നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ഞാനതിന് മറുപടി തരുന്നതായിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്കും കൂടി വന്നേക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ വരുന്നത് വരെ ബൈ.